ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതി പ്രതാപനോട് പറയുകയാണ്, പ്രതാപ, എങ്ങാനും വിശാല് ആ ശേഖരൻ പറയുന്നതെല്ലാം കേട്ട് ശേഖരനെ വിശ്വസിച്ച് പോലീസിനെങ്ങാനും കൈമാറുകയാണെങ്കിലേ നമ്മളുടെ പ്ലാനൊക്കെ അങ്ങ് പൊളിയും. അതുകൊണ്ട് ഒരു പ്ലാൻ ബി എൻ്റെ കയ്യിലുണ്ട്. അതെന്താ ചേച്ചിയെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ആ സമയത്ത് നീ അങ്ങോട്ടേക്ക് ചെല്ലുകയും വിശാലിൻ്റെ കയ്യിൽ നിന്നും ബലമായി തോക്ക് വാങ്ങി ശേഖരനെ വെടിവെച്ച് കൊല്ലുകയും വേണം. ഒരു വെടിക്ക് രണ്ട് പക്ഷി, കേട്ടിട്ടില്ലേ? എന്നിട്ട് ആ കുറ്റം നമുക്ക് വിശാലിന്റെ തലയിൽ ആക്കുകയും ചെയ്യാം. ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുകയാണ്, രണ്ട് പക്ഷിയല്ല, മൂന്ന് പക്ഷി. ആ മൂന്നാമത്തെ പക്ഷിയെ ഞാനായിരിക്കും. അയാൾക്കെങ്ങാനും വെടികൊണ്ടില്ലെങ്കിലേ അവരിലൊരാള് എന്നെ ആയിരിക്കും കൊല്ലുക. എന്റെ പ്രതാപ, നിന്റെ ഉന്നം അങ്ങനെയൊന്നും തെറ്റാൻ പാടില്ലെന്നാ ഞാൻ പറഞ്ഞത്. കൃത്യം അയാളുടെ നെഞ്ചത്ത് തന്നെ നീ വെടിവെക്കണം. വിശാലിന്റെ തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് ഒഴികെ ബാക്കി എല്ലാ ബുള്ളറ്റുകളും ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട്. പ്രതാപ, നിനക്ക് ദ്രോഹം വരുന്ന എന്തെങ്കിലും പ്രവൃത്തി നിന്റെ ചേച്ചി നിന്നെ ഏൽപ്പിക്കുമോ? എന്താടാ, നിന്റെ ചേച്ചിക്ക് വേണ്ടി നീ ഇത്രയുമെങ്കിലും ചെയ്യില്ലേ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ് പ്രതാപൻ. പിന്നീട് കാണിക്കുന്നത് വിശാലിനെ കാത്തിരിക്കുന്ന ശേഖരനെയാണ്. അതേസമയം മാസ്ക് വെച്ചുകൊണ്ട് പ്രതാപൻ അങ്ങോട്ടേക്ക് വരികയും ശേഖരന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. തുടർന്ന് താൻ വന്ന കാര്യം പ്രഭാവതിയെ വിളിച്ചറിയിക്കുകയാണ് പ്രതാപൻ. എടാ, ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അയാൾ ഒരു വിധത്തിലും തെളിവുകൾ വിശാലിനെ കാണിക്കാനേ പാടില്ല. അതിനു മുമ്പ് നീ അയാളുടെ കഥ തീർക്കണം. ഇല്ലെങ്കിലേ ഇനിയുള്ള 16 വർഷത്തെ എൻ്റെ ജീവിതം ജയിലിലായിരിക്കും. ഇല്ല ചേച്ചി, ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ശേഖരമേനോൻ ജീവനോടെ ഉണ്ടാകൂ എന്ന് പറഞ്ഞ് പ്രതാപൻ കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി ഇൻസ്പെക്ടറിനെ വിളിക്കുന്നതാണ്. എടോ, തൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പം ഞാനൊരു 10 ലക്ഷം രൂപ ഇടുന്നുണ്ട്. താൻ എനിക്കൊരു സഹായം ചെയ്യണം. ഒരു മർഡറാണ്. അത്രയും പറഞ്ഞുകൊണ്ട് പ്രഭാവതി കാര്യങ്ങളെല്ലാം ഇൻസ്പെക്ടറിനോട് പറയുകയാണ്. മേഡത്തിന്റെ ആവശ്യം നടന്നിരിക്കുമെന്ന് പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ശേഖറിന്റെ അടുത്തേക്ക് പോകുന്ന വിശാലിനെയും വിശാലിന്റെ പിന്നാലെ പോകുന്ന പാർവിനെയും ഗാർഗിയെയുമാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വിശാല് ശേഖറിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. മോനെ വിശാലെ എന്ന് പറഞ്ഞ് ശേഖരൻ വിശാലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശേഖറിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് വിശാല് പറയുകയാണ്, നിന്നെ ഞാനിന്ന് കൊല്ലും. എൻ്റെ മോനെ, നീ സത്യങ്ങൾ അറിയാതെയാ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്റെ അമ്മയെ കൊന്നത് ഞാനല്ല. എനിക്ക് നിങ്ങൾ പറയുന്നത് ഒന്നും കേൾക്കണ്ട. നിങ്ങളെ കൊല്ലാനാ ഞാൻ വന്നത്. നിങ്ങളെ കൊന്നാലേ എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. അത്രയും പറഞ്ഞുകൊണ്ട് ശേഖരന് നേരെ തോക്ക് ചൂണ്ടുകയാണ് വിശാൽ. തുടർന്ന് വിശാലിന്റെ നേരെ ഒരു ബോക്സ് നീട്ടിയിട്ട് ശേഖരൻ പറയുകയാണ്, നിന്റെ അമ്മയെ കൊന്നത് ആരാണോ അവരെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ഈ ബോക്സിന്റെ അകത്തുണ്ട്. മോനിത് ആദ്യം ഒന്ന് നോക്ക്. എന്നിട്ട് മോന് എന്നിൽ വിശ്വാസം വരുന്നില്ലെങ്കിൽ മോൻ എന്നെ കൊല്ലാം. തുടർന്ന് പ്രതാപൻ പ്രഭാവതിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എടാ, ആ പെട്ടി കൊടുക്കുന്നതിന് മുമ്പ് അയാളെ കൊല്ലാൻ നോക്ക് എന്ന് പറഞ്ഞ് പ്രഭാവതി കോള് കട്ട് ചെയ്യുന്നു. അതേസമയം വിശാല് ശേഖരന്റെ നേരെ തോക്ക് ചൂണ്ടുകയാണ്. അപ്പോൾ തന്നെയാണ് അങ്ങോട്ടേക്ക് പാറുവും ഗാർഗിയും വരുന്നത്. അങ്ങനെ പ്രതാപൻ ശേഖരനെ വെടിവെക്കുന്നു. ശേഖരൻ താഴേക്ക് വീഴുകയാണ്. ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വിശാലും പാറുവും ഗാർഗിയും. വിശാൽ സാറ് പറഞ്ഞതുപോലെ ചെയ്തല്ലേ എന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ്, ഇത് ഞാനല്ല ചെയ്തത്, മറ്റാരോയാണ്. അതേസമയം പ്രതാപൻ കാടിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിശാല് പ്രതാപന്റെ പിന്നാലെ ഓടുകയാണ്. തുടർന്ന് ഗാർഗിയും പാറുവും കൂടി ശേഖരന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശേഖരൻ പറയുകയാണ്, വിശാലല്ല എന്നെ വെടിവെച്ചത്. ഈ പെട്ടിയിൽ ഗായത്രിയമ്മയെ കൊന്നത് ആരാണോ അവരെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളുമുണ്ട്. ഇത് വിശാലിന് കൊടുത്ത് എൻ്റെ സത്യാവസ്ഥ പറയാൻ വേണ്ടിയാ ഞാൻ അവനെ വിളിപ്പിച്ചത്. തുടർന്ന് പാറുവിനെ ആ പെട്ടി ഏൽപ്പിച്ചിട്ട് ശേഖരൻ പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ഈ പെട്ടിയിലെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഗായത്രിയമ്മയുടെ നാടായ ലക്ഷ്മിപുരത്തേക്ക് നിങ്ങൾ പോകണം. ഈ പെട്ടി തുറന്ന് അതിലെ തെളിവുകളെല്ലാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. പാർവതി വിചാരിച്ചാൽ മാത്രമേ ഇതിനുള്ളിലെ തെളിവുകളെല്ലാം പുറത്തെടുക്കാനാകൂ. അത്രയും പറഞ്ഞുകൊണ്ട് ശേഖരൻ അന്തിശ്വാസം വലിക്കുകയാണ്. വിശാല് കുറെ ദൂരം പ്രതാപന്റെ പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും പ്രതാപനെ പിടിക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് വിശാല് തിരികെ ശേഖരന്റെ അടുത്തേക്ക് വരികയാണ്. എൻ്റെ ഗാർഗി, എനിക്ക് പേടിയാകുന്നു. ഇപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് വിശാൽ സാറ് ജയിലിൽ പോകേണ്ട അവസ്ഥയാണല്ലോ. അതേസമയം വിശാല് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഗാർഗി ചോദിക്കുകയാണ്, ബ്രോ, മുത്തശ്ശന് അനക്കമൊന്നുമില്ല, ഇനി നമ്മൾ എന്താ ചെയ്യുക? ഗാർഗി, നീ പെട്ടെന്നൊരു ആംബുലൻസ് വിളിക്കാൻ വിശാല് പറയുന്നു. അങ്ങനെ പരിഭ്രാന്തിയോടെ നിൽക്കുന്ന വിശാലിനെയും ഗാർഗിയെയും പാർവിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.